എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഗിരീഷ്. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ ചാനലിൽ കൂടെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ യാത്രകളെ പറ്റിയാണ്, എൻ്റെ ബൈക്ക് റൈഡ്സ് ബേസിക്കലി. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം ഡൽഹിയിലാണ്. സോ ഡൽഹി എൻ്റെ ജന്മസ്ഥലമാണ്. ബട്ട് ബേസിക്കലി ഐ എം എ മലയാളി. എൻ്റെ എൻതൂസിയാസം, പാഷൻ എല്ലാം ബൈക്കിംഗ് ആണ്. ബൈക്കിൽ ലോകം മൊത്തം കറങ്ങുക, സഞ്ചരിക്കുക, ഇതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം തൊട്ടുള്ളതല്ല, പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണത്. ബൈക്ക് ഞാൻ ഓടിക്കുന്നതിന് മുന്നേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഈ ബൈക്ക് ഞാൻ ഓടിക്കുന്നത് ഇതാണ് BMW 310 GS. ഇത് ബേസിക്കലി എൻ്റെ രണ്ടാമത്തെ ബൈക്കാണ്. എൻ്റെ ആദ്യത്തെ ബൈക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഡെസേർട്ട് സ്റ്റോം ആയിരുന്നു. അത് 2017 മേടിച്ചതാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇത് ഞാനിപ്പോൾ മേടിച്ചിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ. എൻ്റെ മേജർ ട്രിപ്പുകൾ ഞാൻ നടത്തിയിട്ടുള്ളത് ലേ ലഡാക്ക്, സ്പിതി, ജമ്മു, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, നേപ്പാൾ, പിന്നെ അല്ലറ ചില്ലറ അടുത്തുള്ള ഡെസ്റ്റിനേഷൻസ്. അപ്പോൾ നമ്മൾ എൻ്റെ ആദ്യത്തെ ബൈക്കായിരുന്നു ബുള്ളറ്റ്, റോയൽ എൻഫീൽഡിലെ ക്ലാസിക് 500 ഡെസേർട്ട് സ്റ്റോം. അതിലായിരുന്നു എൻ്റെ ആദ്യത്തെ ട്രിപ്പ്. അതായിരുന്നു എൻ്റെ ലേ ലഡാക്ക് ട്രിപ്പ്. ഞാൻ ലഡാക്ക് കവർ ചെയ്തത് ബേസിക്കലി 14 ദിവസം എടുത്തിട്ടാണ്. നമ്മൾ റൗട്ട് എന്ന് പറഞ്ഞാൽ ലഡാക്ക് പോകാൻ 2 റൗട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് നമുക്ക് മനാലി വഴി ലഡാക്ക് പോകാം, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ പഠാൻകോട്ട് ജമ്മു വഴി കാർഗിൽ കവർ ചെയ്ത് ലേ ലഡാക്ക് പോയിട്ട് മനാലി വഴി തിരിച്ചു വരാം. ഞാൻ സെലക്ട് ചെയ്ത റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ റൂട്ടായിരുന്നു. അതായത് ജമ്മു വഴി ജമ്മു, ശ്രീനഗർ, ജോസില പാസൊക്കെ കവർ ചെയ്തിട്ട് കാർഗിൽ എക്സ്പ്ലോർ ചെയ്ത് ലേ ലഡാക്ക്, പിന്നെ പ്യാങ്യോങ് ലേക്ക്, അതുവഴി റോത്താങ് പാസ് വഴി മനാലി, പിന്നെ തിരിച്ച് ഡൽഹി. സോ ഇത് നമ്മൾ കവർ ചെയ്ത് ടോട്ടൽ 14 ദിവസമാണ്. ഞാൻ പോയത് ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി പോയത്, എൻ്റെ 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, 3 ബൈക്സ്. ഒന്ന് എൻ്റെ റോയൽ എൻഫീൽഡ് ഡെസേർട്ട് സ്റ്റോം, രണ്ടാമത്തത് അവഞ്ചർ, 2-3 അവഞ്ചർ തന്നെയായിരുന്നു. 3 ബൈക്സ്, 4 ആൾക്കാർ.
അതിനെപ്പറ്റി കൂടുതൽ എൻ്റെ ജേണിയെപ്പറ്റി, ഫസ്റ്റ് ജേണിയെ പറ്റിയുള്ള കൂടുതൽ ഞാൻ അടുത്ത വ്ളോഗിൽ പറയുന്നതായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ട്, കുറച്ച് സമയം പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു ട്രിപ്പ്, നിങ്ങളെ കൊണ്ടാവുന്ന ഒരു ചെറിയൊരു ബൈക്ക് ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യും. നിങ്ങൾ മെൻ്റലി ഡിസ്റ്റർബ്ഡ് അല്ലെങ്കിൽ മാത്രം ഒരു റിലീഫ് അതെന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇത് എഴുതി വെച്ച പുസ്തകത്തെന്നോ ബ്ലോഗെന്നോ അല്ല ഇൻ്റർനെറ്റെന്നോ അല്ല ഞാൻ പറയണത്, ഇതിൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് വെച്ച് പറയുകയാണ്. കണ്ടില്ല, റോങ് സൈഡാണ്. ബസ്സിന് എന്ത് റോങ് സൈഡല്ലേ? ചിലവർക്കൊക്കെ റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദീപാവലിക്ക് കത്തിച്ചിരിക്കുന്ന ലൈറ്റ് മാതിരിയാണ്, കാണാൻ നല്ല രസം. ആ ചോപ്പ് കത്തി വരുമ്പോൾ എന്താ ഭംഗി ഇപ്പാവും. അല്ല, റെഡ് ലൈറ്റ് എന്താ ചെയ്യണ്ടേ അറിയാഞ്ഞിട്ടല്ല കേട്ടോ. പാലിക്കില്ല, എന്താ കാര്യം, റെഡ് ലൈറ്റ് അല്ലേ. തമ്പി നടക്കാൻ നിൽക്കണവർ നിൽക്കട്ടെ, കൊണ്ടൊരു പോട്ടെ.